പുരുഷന്മാരെ, ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാരെ നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ. എന്തൊക്കെ കേട്ടോ? ഒന്ന്, ഒരു പുരുഷൻ ഇബാദത്ത് ചെയ്യാൻ മടിക്കുന്നവനാണെങ്കിൽ നിസ്കരിക്കൂല, നോമ്പ് പിടിക്കൂല, ഖുർആൻ ഓതൂല, ആ പരിപാടിയില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആ കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണേ, നിസ്കാരം കൃത്യമാക്കണേ. രണ്ട്, കള്ളു കുടിക്കുന്ന പുരുഷനാണോ ഭർത്താവാണോ ആ കുടുംബത്തിൽ ഒരു തരത്തിലുള്ള ഖൈറും അള്ളാഹു കൊടുക്കൂല. ആരെങ്കിലും ആ പണി ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തിക്കോ, ഇല്ലെങ്കിൽ കുടുംബം കുളം തോണ്ടും എന്നൊക്കെ പറയൂലേ, അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകും. മൂന്ന്, പിണങ്ങി കഴിയുന്ന ഭർത്താവാണോ, അല്ലെ, ഭർത്താവിന്റെ ഉമ്മയോട്, ഭർത്താവിന്റെ വാപ്പയോട്, ഭർത്താവിന്റെ സഹോദരിയോട്, ഭർത്താവിന്റെ സഹോദരനോട്, അയൽവാസികളോടൊക്കെ പിണങ്ങി കഴിയുന്ന ഭർത്താവാണോ ഉമ്മമാരെ നിങ്ങൾക്കുള്ളത്, അല്ലെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇങ്ങനെ പിണങ്ങി കഴിയുന്നവരാണോ എങ്കിൽ ഇണക്കിച്ചോ, ഇല്ലെങ്കിൽ എന്താണ്, ആ കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, കടങ്ങൾ കൂടും, വലിയ പ്രതിസന്ധി ഉണ്ടാകും. നാലാമത്തേത്, ജോലിക്ക് പോവാത്ത പുരുഷനാണോ ഭർത്താവാണോ, നല്ല ജോലിയൊക്കെ ചെയ്യാൻ ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷെ പുള്ളി പോകില്ല, പുള്ളിക്ക് മടിയാണ്, എങ്കിലോ ആ കുടുംബത്തിൽ വലിയ ബറക്കത്തില്ലായ്മ. ഭാര്യ ജോലിക്ക് പോകുന്നു, ഭർത്താവ് ചുമ്മാ വീട്ടിലിരിക്കുന്നു, കുത്തിരിക്കുന്നു, പറ്റില്ല. ഇനി അയാൾക്ക് എന്തൊരു രോഗമാണ്, അസ്വസ്ഥതയാണ്, ഇനി ജോലി കിട്ടുന്നില്ല, അങ്ങനെയാണ് പിന്നെ സമാധാനം. ഇതല്ല, ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട്, നല്ല ജോലിയൊക്കെ ചെയ്യാൻ പറ്റും, പോയി അന്വേഷിച്ചാൽ നല്ല ജോലി കിട്ടും, പക്ഷെ എന്നാലും ഇയാൾ പോവില്ല, മടിയാണ്. അയാൾ ഉള്ളിടത്തോളം കാലം ആ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി അഞ്ചാമത്തേത്, ധനം ദുർവ്യയം ചെയ്യുന്നു. പൈസ ഉണ്ട്, അത് മൊത്തം അടിച്ച് കലക്കി, അല്ലെ, കുറെ ഫുഡും തിന്ന്, അതും വാങ്ങിച്ച് ഇതും വാങ്ങിച്ച്, ഒരു പൈസ കൃത്യമായി ചെലവഴിക്കാൻ അറിയില്ല, അമിതമായി ചെലവഴിക്കുന്നു. അങ്ങനെയുള്ള പുരുഷന്മാരാണെങ്കിൽ അവരുള്ള ആ കുടുംബത്തിൽ വലിയ സമാധാനക്കേടുണ്ടാകും. 6, ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താവാണോ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അസ്സൗജു മുഅദ്ദബുൻ ലിബുഖാഇ സൗജതിഹി അലൈഹി, ഭാര്യയെ കരയിപ്പിക്കുന്ന ഭർത്താവേ നീ കാരണം ആ കുടുംബത്തിൽ പ്രശ്നമുണ്ടായാൽ, സങ്കടമുണ്ടായാൽ അള്ളാഹു നിന്നെ വെറുതെ വിടില്ലടാ, അള്ളാഹു നിന്നെ ശിക്ഷിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ 6 സ്വഭാവം ഏതെങ്കിലും ഒരു ഭർത്താവിനുണ്ടെങ്കിൽ അത് മാറ്റിക്കോ, ഞാൻ ഉൾപ്പെടെ. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ.